നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും വിഷു ദിനാശംസകൾ. കണി വയ്ക്കുമ്പോൾ നമ്മൾ ഫ്രൂട്ട്സുകളെല്ലാം വയ്ക്കാറുണ്ട്. ആ ഫ്രൂട്ട്സുകൾ എല്ലാം ദൈവങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. ദൈവങ്ങളെ സങ്കല്പിച്ചും ദൈവങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. നമ്മൾ സ്വർണ്ണ കളറിലുള്ള കണി വെള്ളരി വയ്ക്കും. കണി വെള്ളരി സത്യത്തിൽ വിഷ്ണുവിൻ്റെ മുഖത്തെയാണ് സൂചിപ്പിക്കുന്നത്. വിഷ്ണു ഭഗവാന്റെ മുഖത്തെ സൂചിപ്പിക്കുന്നു. അതുപോലെ നമ്മൾ ചക്ക വയ്ക്കുന്നത് ഗണപതിക്ക് വേണ്ടിയിട്ടാണ്. ചക്കയും നാളികേരം മുറിച്ചിട്ട് വയ്ക്കുന്നതും നാളികേരം മുറിക്കാതെ വയ്ക്കുന്നതും ഗണപതിയെ സൂചിപ്പിച്ച് അല്ലെങ്കിൽ ഗണപതിക്ക് വേണ്ടിയുള്ളതാണ്. നമ്മൾ മാങ്ങ വയ്ക്കുന്നത് സുബ്രഹ്മണ്യ സ്വാമിക്ക് വേണ്ടിയിട്ടാണ്. ഇനി ചെറുപഴം വയ്ക്കുന്നത് അത് ഉണ്ണിക്കണ്ണന് വേണ്ടിയിട്ടാണ്. ഫ്രൂട്ട്സിനും ഓരോ ദൈവങ്ങളെ സങ്കല്പിച്ചും ദൈവങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ വയ്ക്കുന്നത്. അടുത്തതായിട്ട് നമുക്ക് വിഷുക്കൈനീട്ടമാണ്. ചെറുപ്പത്തിലൊക്കെ ഉള്ളപ്പോൾ വിഷുക്കൈനീട്ടം എന്ന് പറയുമ്പോൾ അത് വലിയൊരു സംഭവമായിരുന്നു. കാരണം നമുക്ക് ആകെ കിട്ടുന്ന ഒരു സമ്പാദ്യമാണ് വിഷുക്കൈനീട്ടം. അച്ഛനും അമ്മയുടെയും കയ്യിൽ നിന്ന് വിഷുക്കൈനീട്ടം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അമ്മാവന്മാരുടെയും അമ്മായിമാരുടെയുമാണ് വിഷുക്കൈനീട്ടം. അമ്മാവൻ്റെ കയ്യിൽ നിന്ന് വിഷുക്കൈനീട്ടം കിട്ടാറുണ്ട്. അത് പുത്തൻ നോട്ടാണ് കിട്ടാറുള്ളത്. അത് ഏകദേശം അന്ന് കിട്ടുന്നത് ഏകദേശം 10 രൂപ 20 രൂപയൊക്കെ ആണെങ്കിലും ആ വിഷുക്കൈനീട്ടം കിട്ടുന്ന ആ ഒരു 10 രൂപയ്ക്ക് ഇപ്പോഴത്തെ 1,00,000 വാല്യൂ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം അന്ന് നമുക്ക് വേറൊരു എമൗണ്ടും എവിടെ നിന്നും കിട്ടാനില്ല. പിന്നീട് എൻ്റെ ചെറിയമ്മൂമ്മ വൈകിട്ട് എല്ലാ കൊല്ലവും വിഷുവിൻ്റെ സമയത്ത് വൈകിട്ട് വന്ന് ഒരു 5 രൂപ അല്ലെങ്കിൽ 2 രൂപ തരാറുണ്ട്. നമുക്കതെല്ലാം വളരെ സൂക്ഷിച്ച് വെക്കുന്നതായിരുന്നു. ഈ വെക്കേഷൻ കാലമായതിനാൽ ആ വിഷുക്കൈനീട്ടം കൊണ്ട് നമ്മൾ പല വസ്തുക്കൾ വാങ്ങിക്കാറുണ്ട്. ടോയ്സ്, ഒന്നൊരു ഷട്ടിൽ ബാറ്റോ അല്ലെങ്കിൽ ക്രിക്കറ്റ് ബാറ്റോ അങ്ങനെ എന്തെങ്കിലും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വിഷു എന്നൊരു ഉത്സവത്തിന് വേണ്ടി അല്ലെങ്കിൽ വിഷു എന്നൊരു ആഘോഷത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുമായിരുന്നു. ഇപ്പോഴത്തെ പിള്ളേർക്ക് വിഷുക്കൈനീട്ടം എന്ന് പറഞ്ഞാൽ ഒന്നുമല്ല. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം വേറെ വഴിക്കെല്ലാം കിട്ടുന്നുണ്ട്. ഇപ്പോൾ വിഷുക്കൈനീട്ടം ഗൂഗിൾ പേ വഴിയായിട്ടുണ്ട്. പണ്ടൊക്കെ വിഷുക്കൈനീട്ടം കിട്ടാന്ന് പറഞ്ഞാൽ എന്തൊരു സന്തോഷമായിരുന്നു. ഇപ്പോൾ ആർക്കും അങ്ങനെ സന്തോഷമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല.